മാറ്റങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ട് ചേഞ്ച് ആവും? നമ്മളെ ആദ്യം മീറ്റപ്പ് മുതൽ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞവരുണ്ട്. നമുക്കൊരു പഴയ മെമ്മറികളിലേക്ക് ഒന്ന് പോയി വരാം. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്. കോവിഡ് എന്ന മഹാമാരിയിൽ കോളേജുകളും സ്കൂളുകളും ഗ്രൗണ്ടുകളും ഒഴിഞ്ഞുകിടന്ന ഒരു കാലഘട്ടം. ഗെയിമിംഗ് മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ കൗമാരക്കാർ ഇരച്ചു കയറിയ കാലം. ആഡംബരമായതും അത്യാവശ്യമായതുമായ ഗെയിമിംഗ് ഡിവൈസുകൾ ഉപയോഗിക്കാനില്ലാത്ത ഒരു കൂട്ടം ഗെയിമേഴ്സ്. മുറിക്കുള്ളിൽ അടച്ചുമൂടിയ ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ വെളിച്ചമായിരുന്നു ഗെയിമിംഗ് മേഖലയും യൂട്യൂബേഴ്സ് ബോണ്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പും. ആ ഗ്രൂപ്പിലെന്നും ചർച്ചയായിരുന്ന വിഷയങ്ങൾ ക്ലാൻ വാറുകളെക്കുറിച്ചും ടോപ്പ് അപ്പ് ഇവന്റുകളെക്കുറിച്ചുമായിരുന്നു. ഗെയിമേഴ്സിന്റെ തമ്മിലടികളും കോൺട്രോവേഴ്സികളും ദിനം പ്രതി കൂടി വന്നിരുന്ന കാലം. ഗെയിമിന്റെ ഫ്യൂച്ചർ എന്താണെന്നും ഈ സ്പോർട്സ് മേഖല എന്താണെന്നും ആ മേഖലയിലൂടെ പരിശ്രമിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും അറിയാതിരുന്ന ഒരു കൂട്ടം ഗെയിമേഴ്സ്. എന്നാൽ ആ ഗ്രൂപ്പിന് 2020 വലിയൊരു മാറ്റമുണ്ടായി. മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീമറുടെ ലൈവ് ചാറ്റിൽ നിന്നും ആവേശത്തോടെ ഉയർന്ന 5 അക്ഷരമായിരുന്നു അത്, FFKYC. പിന്നീടുള്ള നാളുകൾ മാറ്റത്തിൻ്റെതായിരുന്നു. ഗെയിമേഴ്സിന്റെ വേർതിരിവുകൾ മറികടന്ന് ചെറുതെന്നോ വലുതെന്നോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കാതെ, കളിക്കുന്ന ഗെയിമിന്റെ ഗ്രാഫിക്സുകളുടെ വലിപ്പമളക്കാതെ അവർ ഇന്ത്യയിലെ എല്ലാ ഗെയിമേഴ്സിന്റെയും ലൈവ് ചാറ്റുകളിൽ ആളിപ്പടർന്നു. ഫ്രീ ഫയർ കേരള യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി എന്ന ആ വാക്ക് ആ മേഖലയിലെ ഗെയിമേഴ്സിന്റെ ഉള്ളിൽ ഒരു വികാരമായി മാറി. തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വഴികളിലെ തെറ്റുകൾ തിരുത്തി ഈ സ്പോർട്സിലേക്കും ലൈവ് സ്ട്രീമിംഗിലേക്കും അവർ പറന്നിറങ്ങി. കൂടാതെ ഗെയിമേഴ്സിന്റെ ഇടയിലെ ചാരിറ്റികളിലും ടൂർണമെന്റുകളിലും അവരുടെ സാന്നിധ്യം അവർ നിലയുറപ്പിച്ചു. കൂട്ടത്തിൽ എല്ലാത്തിനും മുൻനിരയിൽ നിന്നിരുന്ന ഒരാളുടെ 100K സെലിബ്രേഷൻ അവർ ഒരു മീറ്റപ്പാക്കി മാറ്റി. 2020 ഡിസംബർ 19 വർക്കലയിലെ ആ ഒത്തുകൂടലായിരുന്നു അവരുടെ മാറ്റത്തിന് കാരണമായി തീർന്നത്. 100 കാണികൾ പോലും ഇല്ലാതിരുന്ന ലൈവ് സ്ട്രീമുകളിൽ ആ മീറ്റപ്പിന്റെ കാഴ്ചകൾ കാണാൻ 10,000 ആ മാറ്റം അവരെ അമ്പരപ്പിച്ചു. അന്നു മുതൽ ഒന്നിച്ചു വളരാൻ, ഒറ്റക്കെട്ടായി നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഒന്നിച്ചു നിന്നാൽ അവരുടെ വളർച്ചയുടെ വേഗത കൂടുമെന്ന് അവർ ഉൾക്കൊണ്ടു. അവരെ പൂർണ്ണ പിന്തുണയോടെ നയിക്കാനായി ഒരു നേതാവ് മുന്നോട്ട് വന്നു. ആഡംബരങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ ബൂട്ട് ക്യാമ്പുകൾക്കിടയിൽ അവർ ഒരു സ്ട്രീം ഹൗസ് തുടങ്ങി. ഡിവൈസുകളുടെ കുറവുകൾ ടെക് പാർട്ണർമാരുടെ സഹായത്തോടെ നികത്തി തുടങ്ങി. യൂട്യൂബിൽ 10 രൂപയുടെയും 1000 രൂപയുടെയും സൂപ്പർ ചാറ്റുകൾ പ്രതീക്ഷിച്ച് സ്ട്രീം ചെയ്തിരുന്ന അവരിലേക്ക് 10,000-ങ്ങളുടെയും ലക്ഷങ്ങളുടെയും സ്ട്രീമിംഗ് കോൺട്രാക്റ്റുകൾ FFKYCയിലൂടെ വന്നെത്താൻ തുടങ്ങി. കൂടാതെ ഈ സ്പോർട്സ് ഓർഗനൈസ് സാലറി, സ്പോൺസർഷിപ്പ് ഡിവൈസുകൾ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തുടങ്ങിയവ അവരെ തേടിയെത്തി. FFKYCയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വന്നു. അങ്ങനെ 2021 അവസാന മാസം ഡിസംബർ വന്നെത്തി. അവർ വീണ്ടും ഒത്തുകൂടി. FFKYC മീറ്റപ്പ് 2.0. 2020 വെറും 30 പേരിൽ ഒതുങ്ങിയ മീറ്റപ്പ് 2021 100-ൽ കൂടുതൽ മെമ്പേഴ്സിലേക്ക് എത്തി. 2020 മീറ്റപ്പിൽ പൊതിച്ചോറുകളും പരിധിയിലൊതുങ്ങുന്ന ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കി. 2021 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടലിൽ 1-ലധികം ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പിൽ ആഡംബരവും വിഭവസമൃദ്ധമായ ഭക്ഷണത്തോടുകൂടി അവരിൽ പലരും അന്നുവരെ കാണാത്ത പല കാഴ്ചകളും അനുഭവങ്ങളും ആ വേദിയിൽ ഒരുങ്ങി. കൂടാതെ കേരളത്തിൽ ആദ്യമായി ഒരു ഗെയിമിംഗ് കപ്പ് അന്ന് അവിടെ ഉയർന്നു, FFKYC ചാമ്പ്യൻഷിപ്പ്. എന്നും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തികമായ നേട്ടങ്ങൾ നോക്കാതെ, വ്യക്തി താല്പര്യങ്ങൾ നോക്കാതെ കർശനമായ നിയമങ്ങളും ലക്ഷ്യബോധവും മെമ്പേഴ്സിനുള്ളിൽ അവർ കൊണ്ടുവന്നു. മറ്റൊരു ഭാഗത്ത് അപ്പോഴും കളിയാക്കലുകളും വേർതിരിവുകളും പുച്ഛവും കുറ്റപ്പെടുത്തലുകളും അവർ നേരിട്ടു. പ്രതിസന്ധികൾ എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തെയും ലക്ഷ്യത്തെയും ഒരുപോലെ ബാധിക്കാറുണ്ട്. കോവിഡിന്റെ കാലം മാറി. ഗെയിമിലെ പല കൂട്ടുകാരെയും അവർക്ക് നഷ്ടമായി തുടങ്ങി. മറ്റു മേഖലകൾ പൂർവ്വ ഊർജം കൈവരിച്ചപ്പോൾ ഈ മേഖലയുടെ ഊർജം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വന്നു. ഗെയിമുകളുടെ ബാൻ അവരെ പ്രതിസന്ധിയിലാക്കി. എങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്ത കുറച്ചുപേരെങ്കിലും മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഗെയിമുകളുടെ ബാനോടുകൂടി ഈ സ്പോർട്സ് സൈഡിലെ സഹായങ്ങൾ നിലച്ചു. വീടുകളിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ചാനലുകൾ വിൽക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോഴും അവരെ ധൈര്യത്തോടെ പിടിച്ചു നിർത്താൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും നമ്മൾ മുന്നോട്ട് പോകുമെന്ന് അയാൾ അവർക്ക് ഉറച്ച വാക്ക് നൽകി. കൂട്ടത്തിൽ കുറച്ചുപേർ എന്തും ചെയ്യാമെന്ന ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അവർ ഒത്തുചേർന്ന് ഒരു ബൂട്ട് ക്യാമ്പ് രൂപീകരിച്ചു. ഗെയിമിംഗ് കണ്ടന്റുകൾക്കപ്പുറം ബ്ലോഗും ടെക് റിവ്യൂവും റിയാക്ഷനും എല്ലാം അവർക്ക് ഇണങ്ങുമെന്ന് അവർ തെളിയിച്ചു. പകൽ സമയങ്ങളിൽ ജനറൽ കണ്ടന്റുകളിലൂടെയും രാത്രികാലങ്ങളിൽ സ്ട്രീമിങ്ങിലൂടെയും അവർ ശ്രദ്ധ പിടിച്ചുപറ്റി. വൈകാതെ അവർക്കൊരു വിളിപ്പേര് ഉയർന്നു വന്നു, FFKYC ബൂട്ട് ക്യാമ്പ് ബോയ്സ്. ആർഭാടങ്ങളും അത്യാർഭാടങ്ങളും നിറഞ്ഞ പല ബൂട്ട് ക്യാമ്പുകളും ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടും ആ വിളിപ്പേര് അവരെ തേടി തന്നെ എത്തി. ബൂട്ട് ക്യാമ്പിലെ വാടകയും കറണ്ട് ബില്ലും ഇന്റർനെറ്റ് ബില്ലും തുടങ്ങി അനവധി ചിലവുകൾ അവർക്ക് വെല്ലുവിളിയായെങ്കിലും ആ വിളിപ്പേരിൽ അവർ സന്തോഷം കണ്ടെത്തി. അതെന്നും നിലനിർത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും ഒരു ഡിസംബർ മാസം വന്നെത്തി. അവർ വീണ്ടും കേരളത്തിലെ ഗെയിമേഴ്സിനെയും ടെക് ക്രിയേറ്റേഴ്സിനെയും വ്ളോഗേഴ്സിനെയും ഒത്തുചേർത്ത് ഒരു മീറ്റപ്പ് ഒരുക്കി, FFKYC മീറ്റപ്പ് 3.0. അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു.
മെട്രോ സിറ്റിയിലെ ഭാരമായ ചിലവുകൾ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പല പ്രത്യേക പ്രതിസന്ധികളിലും അവരെ ഒന്നിച്ചു നിർത്താൻ അവരുടെ പ്രിയപ്പെട്ടവൻ ഒരു മടിയും കാണിച്ചില്ല. വൈകാതെ അവരെ തേടി US-ൽ നിന്നും ഗോൾഡൻ പ്ലേ ബട്ടണും എത്തി. ഒരു ക്രിയേറ്ററുടെ ആത്മവിശ്വാസവും അതിയായ ആഗ്രഹവുമായ യൂട്യൂബിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ആ സമ്മാനം അവർ അത് നേടിയെടുത്തു. പല ഒഫീഷ്യൽ ഗെയിമുകളുടെയും ഗെയിമിംഗ് ഒഫീഷ്യൽ പാർട്ട്നേഴ്സായി അവർ മാറി. മലയാള സിനിമ എന്ന മായാലോകം അവർക്ക് മുന്നിൽ വാതിൽ തുറന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെയിലി വ്ലോഗുകൾ ഇടുന്നവരുടെ കൂട്ടത്തിലേക്ക് അവരിൽ ഒരാൾ മാറി. ഒമേഗൽ കണ്ടന്റ്സും റിയാക്ഷനും പ്രാങ്കും ചലഞ്ചസും കോർത്തിണക്കി അവർ അവരെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ചിരിയും ചിന്തയും ഉണർത്തി. ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീമറുടെ ലൈവ് ചാറ്റിൽ നിന്നും തുടങ്ങി FFKYC എന്ന 5 അക്ഷരം യൂട്യൂബിലെ 8000-ലധികം ചാനലുകളിൽ 50,000-ലധികം വീഡിയോകളുള്ള ഇന്ത്യയിലെ ബിഗസ്റ്റ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയായി മാറി. ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഒരു നേട്ടമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ വിർച്വൽ വേൾഡിൽ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് FFKYC. അവരെക്കാൾ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള പുതിയ മെമ്പേഴ്സിനെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും പിന്തുണയായി നിന്ന, ആത്മവിശ്വാസത്തോടെ നാളിതുവരെ അവരെ സപ്പോർട്ട് ചെയ്ത അവരുടെ ഇക്കയ്ക്ക് ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും 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 മുന്നോട്ട് ഒരുമിച്ച് പോവുകയാണ്. അവർ തുടങ്ങി വെച്ച പലതും പൂർത്തിയാക്കേണ്ടത് നിങ്ങളിൽ ഒരാളായിരിക്കാം. ഇറ്റ്സ് ടൈം ടു ചേഞ്ച് FFKYC.